ഹായ് ഗായ്സ്, ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഷാർജ ടു അബുദാബി വരെയായിരുന്നു. ആ വീഡിയോ കഴിഞ്ഞു. ഈ വീഡിയോ നമ്മൾ അബുദാബി ടു ബോംബെ വരെയാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ ഗായ്സ്, ഞങ്ങളിപ്പോൾ ചെക്കിംഗ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബുദാബി എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഗായ്സ്. നല്ല അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള കാഴ്ചകളും എല്ലാം ഉണ്ട്. പാറു ഈ ഒരു വെള്ളത്തിൻ്റെ എന്തോ ഒരു സംഭവം കണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി വാശി പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു ക്ലിപ്പ് ഇട്ടാണ് കേട്ടോ ഗായ്സ്. അപ്പം ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി, ബാഗേജൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ നമുക്ക് ഒരു ട്രോളി ഞങ്ങൾ കൊടുത്തില്ല, കാരണം അതിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പാറുവിന് ആവശ്യമുള്ളതും എനിക്ക് ആവശ്യമുള്ളതൊക്കെ കുറേ ഉണ്ട്. അതുകൊണ്ട് പ്ലെയിനിലൊക്കെ നിന്ന് കഴിക്കാനുള്ളതാണ് വിശന്ന, അതുകൊണ്ടാണ് കേട്ടോ ഗായ്സ്. അപ്പം ഞങ്ങളുടെ ഇമിഗ്രേഷൻ പ്രോസസ്സും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ ഗേറ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റിംഗ് റൂമിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പാറു ഒരു ക്യാമലിൻ്റെ ടോയ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് നടക്കണതാണ് ഗായ്സ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഗേറ്റൊക്കെ ഓപ്പണായി, ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. ഫ്ലൈറ്റ് 1 hour ഡിലേ ആയിരുന്നു, കാരണം ഈ എന്താ പറയുക ഭയങ്കര വെതർ കണ്ടീഷൻസൊക്കെ ഭയങ്കര ബാഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 1 hour സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അവിടെ ഇരുന്നിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് മുംബൈ എയർപോർട്ട് കാണാൻ. ഫസ്റ്റ് ടൈമാണ് ഞാൻ മുംബൈ എയർപോർട്ട് കാണുന്നത്. ഞങ്ങൾ പോണത് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ്. ഇന്ത്യക്ക് ഒരു മുംബൈയിലേക്ക് ഞങ്ങൾ എന്തൊക്കെയാലും ഒരു 8:45 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ മുംബൈയിലെത്തും. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ നല്ല വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ നല്ല രീതിക്ക് തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കാം നമുക്ക് ഫ്ലൈറ്റ് ഗൈസ്. ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. ഞങ്ങളുടെ സീറ്റ് നമ്പർ 28 ആണ് ഗായ്സ്. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. ലക്കിന് എനിക്ക് തന്നെയാണ് വിൻഡോ സീറ്റ് കിട്ടിയത്. പാറു വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടി തല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അബുദാബി ഇങ്ങനെ ലൈറ്റിൽ നിന്ന് കുളിച്ച് നിൽക്കണ കാണാൻ എന്ത് രസമാണെന്നറിയോ. പിന്നെ ഈ UAE ടെമ്പറേച്ചർ എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വിഷ്വൽസൊന്നും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി 3 hours ഉണ്ട് ഞങ്ങൾക്ക് ബോംബെയിലെത്താൻ. ഐ ആം റിയലി എക്സൈറ്റഡ് ടു സീ മുംബൈ എയർപോർട്ട് ഗായ്സ്. അപ്പം ഞാനൊരു 3 മണിക്കൂറിൽ തുറക്കൊക്കെ കഴിഞ്ഞ് നീറ്റ് നോക്കിയപ്പോൾ രാവിലെ ആയിട്ടുണ്ടായിരുന്നു. കെട്ടിടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. എന്തൊക്കെയാലും ബോംബെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാറാവാറായി എന്നൊക്കെ മനസ്സിലായി ഇതൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ. ഈ ക്ലൈമറ്റ് ബോംബെയിലത്തേക്ക് നല്ല ഇഷ്ടമായി, കാരണം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്ലൈമറ്റാണ് ക്ലൗഡി ക്ലൈമറ്റ്. എനിക്ക് നല്ല ഇഷ്ടമാണത്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക വ്യൂ ആണല്ലോ. നിങ്ങളൊക്കെ നോക്ക്, നല്ല ക്ലാരിറ്റി ഇല്ലേ ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. പിന്നെ ലാൻഡ് ചെയ്യാറാവുമ്പോഴേക്കും നല്ല രീതിക്ക് ഇയർ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അതാ നല്ല ഇയർ പെയിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒരു 8:45 ഒക്കെ ആകുമ്പോൾ ലാൻഡ് ചെയ്തു. അപ്പം ഞങ്ങളിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ചെക്കിങ്ങിന് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചെക്കിങ്ങിനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ മുംബൈ എയർപോർട്ടിൽ നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. ഇപ്പോൾ ഞങ്ങൾ ഡൊമസ്റ്റിക് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ആ റെസ്റ്റോറൻറ്റ് നല്ല വ്യൂ ഉള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ കേരള സ്റ്റൈലും ബോംബെ സ്റ്റൈലും അങ്ങനെ തമിഴ്നാടും അങ്ങനെ കുറേ സ്റ്റൈൽസുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സെലക്ട് ചെയ്ത് കേരള സ്റ്റൈലാണ്. പിന്നെ ഇവിടെ നിന്ന് കുറേ ഫ്ലൈറ്റൊക്കെ കാണാം കേട്ടോ ഗൈസ്. വിസ്താര എയർലൈൻസ്, എത്തിഹാദ്, എല്ലാതും കാണാം
ഗായ്സ് ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുറത്തത്തെ നല്ല വ്യൂ ഒക്കെ നോക്കി ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് നല്ല വ്യൂ ആണെന്ന്. നല്ല രസമാണ് കാണാൻ. ഞാൻ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുക. ഗായ്സ് ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഗേറ്റിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന കുറേ പടങ്ങളും പ്രതിമകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓരോ പ്രതിമയ്ക്കും അതിൻ്റേതായ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞുതരാൻ ഇവിടെ ആൾക്കാരും ഉണ്ട്. പിന്നെ പ്രതിമകളുടെ താഴെയൊക്കെ കുറേ എഴുതിയിട്ടുമുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം ഞങ്ങൾ എന്താ ഒരു ഓൾമോസ്റ്റ് ഗേറ്റൊക്കെ എത്താറായി. ഇതൊക്കെ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഉള്ള സമയമൊന്നും കിട്ടിയില്ല. ഗൈസ് ഞങ്ങൾ മുമ്പൊക്കെ വിചാരിച്ചത് ഈ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്നാണ്. ബട്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം ഈ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലൊക്കെ ഒരു സെയിം ബിൽഡിങ്ങിലാണ്. ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഗായ്സ് അപ്പം ഞാൻ ബോംബെ എയർപോർട്ടൊക്കെ എൻജോയ് ചെയ്തു. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഇരുന്നു. ഞങ്ങൾ ബോംബെ എയർപോർട്ട് ഓൾമോസ്റ്റ് ചുറ്റിക്കറങ്ങി. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി ബോംബെ എയർപോർട്ട്. ഇനി ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റ് ഇപ്പോൾ റൺവേയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുംബൈ ടു കാലിക്കറ്റാണ് കേട്ടോ. ഈ മേഘങ്ങളിങ്ങനെ പഞ്ഞി പോലെ നിൽക്കണത് കാണാൻ എന്ത് രസമല്ലേ ഗൈസ്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് കോഴിക്കോട് ലാൻഡ് ചെയ്യാറായി. ഇപ്പം ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഈ ടേബിൾ ടോപ്പ് ആയതുകൊണ്ട് നല്ല ഹൈറ്റിലാണ് കാലിക്കറ്റ് എയർപോർട്ടുള്ളത്. ഈ എയർപോർട്ടിലും ലാൻഡ് ചെയ്യുമ്പോൾ നല്ല ഇയർ പെയിൻ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ജേർണി ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. എന്തൊക്കെയായാലും നല്ല അടിപൊളി ജേർണി ആയിരുന്നു. പാറും അധികം സീനൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ട് ജേർണി ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ എന്നാൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.